ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഇസാഡ് ഒരു ഡേ ഔട്ടാണ് ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോകണം. അപ്പോൾ മഴയില്ലാത്ത ദിവസം നോക്കി പുറത്തേക്ക് ഇറങ്ങിയിരിക്കണേ കേട്ടോ. അപ്പോൾ ഇസ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓട്ടോയ്ക്കാണ് പോണത്. റോഡൊക്കെ ആകെ പൊളിച്ചിട്ടേക്കണതാണ്. അപ്പോൾ നമ്മൾ ഓട്ടോ കയറി ഓട്ടോ ഇറങ്ങിയിട്ട് ആദ്യം പോണത് നമുക്ക് അക്ഷയയിൽ പോകണമായിരുന്നു. അപ്പോൾ പോണ വഴിയിലൊക്കെ ആകെ വെള്ളവും മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ ഇതായി നിൽക്കണതാണ്. എല്ലാ സ്ഥലങ്ങളിലും വെള്ളവും മഴയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ആയതുകൊണ്ട് തന്നെ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിൽ കൂടി തന്നെ പോകേണ്ടി വന്നു. വെള്ളത്തിൽ കൂടി പോയി. ഇസാക്കാണെങ്കിൽ വെള്ളത്തിൽ കൂടി ഒന്നും പോകണമെന്ന് ഇഷ്ടമല്ല. അങ്ങനെ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിൽ കൂടി തന്നെ പോയി. അങ്ങനെ അക്ഷയ പോണതിന് മുമ്പ് നമുക്ക് മാർക്കറ്റിലൊന്ന് കയറണമായിരുന്നു. അപ്പം മീനൊക്കെ നോക്കാനായിട്ട് ഇസാൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് മാർക്കറ്റിൽ. അപ്പോൾ മാർക്കറ്റിൽ പോകണമെന്നൊക്കെ എപ്പോഴും പറയും. അപ്പോൾ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ആൾക്ക് തീരെ ഇഷ്ടമായിട്ടൊന്നുമില്ല. എന്നാലും മാർക്കറ്റിൽ പോയി മീനൊക്കെ മേടിച്ചിട്ട് പിന്നെ അക്ഷയയിലേക്കാണ് പോയത്. അക്ഷയയിൽ പോയപ്പോൾ അവിടെ അക്ഷയയിൽ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് പോരേണ്ടി വന്ന്. തിരിച്ചിട്ട് നമ്മൾ പോകുന്നത് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു ഇസാക്ക്. അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കാനും ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ കടയിലൊക്കെ കയറി. അപ്പോൾ ആൾക്ക് ബിരിയാണി വേണമെന്ന് പറയണേ കുറച്ച് ദിവസമായി. അപ്പോൾ ബിരിയാണി വാങ്ങാനൊരു ഷോപ്പിലേക്ക് ഞാൻ കയറണേണ്. അങ്ങനെ അവിടെ നിന്ന് പാർസൽ ബിരിയാണി മേടിച്ച് ആൾക്ക് കൊണ്ട് കാണിക്കാൻ വേണ്ടി. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ അവൾ ഉമ്മയിൽ നിന്നിട്ട് പച്ചക്കറിയൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു നെല്ലിക്ക കണ്ടപ്പോൾ തന്നെ എടുത്ത് വായിച്ചപ്പോൾ തന്നെ കഴുകിയിട്ടില്ല, അത് വാഷ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ വേഗം അതെടുത്ത് തിരിച്ചതിൽ തന്നെ ഇട്ട്. പിന്നെ ബിരിയാണി കണ്ട സന്തോഷത്തിൽ ചിരിക്കണ്. എന്താണെന്നറിയില്ല, ആൾക്ക് ഫേവറേറ്റ് ആണ് ബിരിയാണി. പിന്നെ നമുക്ക് കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങാനായിട്ട് കടയിൽ കയറണം. അപ്പോൾ അവിടെ നിന്ന് ഒരു മിഠായി ഉണ്ട്. അപ്പോൾ പിന്നെ മിഠായി വേണം, ചോക്ലേറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ചോക്ലേറ്റും പിന്നെ ഇസാക്ക് കുറച്ച് ബേക്കറി സാധനമൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ വന്നിട്ട് അവൾ ഓട്ടോ ഇറങ്ങിയിട്ട് അവിടെ ഒരു കടയിൽ കയറാണ്ടായിരുന്നു. അപ്പോൾ അവൾ ഉമ്മയും കൂടി കടയിലേക്ക് പോകണമായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്ന് അവൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പറഞ്ഞിട്ട് ഉറങ്ങണമല്ലോ അഭിനയിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.